എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൂടെ, അതായത് ഞാനും തുമ്പിയും കൂടെ ഇതേപോലെ ഏറുമാടത്തിൻ്റെ താഴെ കൂടെ ഇതേപോലെ ഓടി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് കാണുന്ന പോലെ കുറച്ച് കളറും ബ്രഷും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ കുളത്തിൻ്റെ കരയിലേക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇരിക്കാൻ പോവുകയാണ്. ഇന്നെന്തായാലും നോക്കി വരയ്ക്കുന്ന പരിപാടിയല്ല, നമുക്കെന്തായാലും ഇന്ന് കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യാം. അക്രിലിക് കളർ ഉപയോഗിച്ച് ഹാൻഡ് മെയ്ഡ് ഷീറ്റിലാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാമേ. ഒരു പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് ആദ്യം തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം ഒരു പൂമ്പാറ്റയും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുണ്ടാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. നമ്മൾ പെൻസിൽ വെച്ച് വരച്ച അത്രയും ഭാഗത്ത് ഇതേപോലെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുളത്തിൻ്റെ കരയിരുന്ന് വരയ്ക്കാനായിട്ട്. പെൺകുട്ടിയുടെ ഫേസ് വരച്ചല്ലോ, അപ്പം നമുക്ക് പെൺകുട്ടിയുടെ കാതിലായിട്ട് ഒരു പൂമ്പാറ്റ കമ്മലും കൂടെ വരച്ചിട്ടുണ്ട്. അതും കൂടെ ഇതേപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് വരച്ചെടുക്കാം. കമ്മൽ മാത്രമല്ല, ചുറ്റുമായിട്ട് കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റയും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും കളർ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വരച്ച് തുടങ്ങാമേ. അപ്പോൾ നമ്മൾ ചുറ്റുമായിട്ട് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മൾ വരയ്ക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പച്ചവെട്ടിലും ചാഴിയാണ്. അവർ മാത്രമല്ല, നിറയെ പൂക്കളും ഉണ്ട് കുളത്തിൻ്റെ കരയിലായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ തുമ്പിക്കുട്ടി അവിടെ ഇവിടെയൊക്കെ പാറി കിടക്കുകയാണ്. മുടിക്കും ബാക്ക്ഗ്രൗണ്ടിന് ഇതുപോലെ കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്ത് കുറച്ച് കളർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന പോലെ കുറച്ച് ചുവന്ന കളർ എടുത്തിട്ടുണ്ട്. അത് പൂമ്പാറ്റിൻ്റെ ചിറകിന് അടിച്ചു കൊടുക്കാം. വെയിലും കൂടെ അടിച്ചപ്പോഴത്തേക്ക് ആ ചുവന്ന കളർ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്തായാലും നമ്മൾ ഇതേപോലെ കുളത്തിൻ്റെ കരയിൽ നിന്ന് തകർത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ചിറകിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന സ്പേസിലൊക്കെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഇതേപോലെ അടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്കും റെഡും വരുന്ന രീതിക്ക് ചിറകുള്ള പൂമ്പാറ്റ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിയില്ല. എന്തായാലും നമ്മൾ ഇതുപോലെ കളറടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുടിക്ക് കളർ കൊടുക്കാം. അതിനുവേണ്ടി ഡാർക്ക് നീല ഉപയോഗിച്ചിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതായത് വളഞ്ഞും പൊളഞ്ഞും മുടിയുടെ ആ ഒരു രീതിക്ക് മുടി നാരഴയും അതും ഇതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ വീണ് കിടക്കുന്ന മുടിയൊക്കെ നമ്മൾ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മുഖവും അതിൻ്റെ നടുവിലായിട്ട് ചുവന്ന കളർ പൂമ്പാറ്റയും ചുറ്റുമായിട്ട് കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകളെയും ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതെവിടെയും നോക്കി വരച്ചെടുത്തിട്ടുള്ളതല്ല, ക്രിയേറ്റീവായിട്ട് വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൗഗ്ലി പറയുന്ന പോലെ ഈ ചിത്രത്തിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയും ചുറ്റും കുറേ പൂമ്പാറ്റകളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.